നമസ്കാരം. നമ്മൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ വേറൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. നമ്മള് ഇപ്പൊ ഇത്ര വർഷങ്ങൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നിമിഷം ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഈ നിമിഷം ഒന്ന് ആലോചിക്കാം, നമ്മളുടെ എത്രത്തോളം ഈ കഴിഞ്ഞ വർഷത്തില് ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു നിസ്സാര സമയം കൊണ്ടുള്ള ഒരു ചിന്തയില് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് നല്ലതിലേക്കാണോ ചീത്തയിലേക്കാണോ മാറിയിട്ടുള്ളത്. നല്ലതിലേക്കാണ് മാറിയെങ്കിൽ ആ ഒരു രീതിയെ കണ്ടിന്യൂ ചെയ്യുക, കൂടുതൽ ബെറ്റർ ആവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനേക്കാളും കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ചർച്ചിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ചർച്ചിൽ പോവുക, ഹിന്ദുസ് ആണെങ്കിൽ പള്ളിയിൽ പോവാണ്ട് സ്ഥിരം പോകാൻ പറ്റുന്നവര് സ്ഥിരം പോവുക, അല്ലെങ്കിൽ വൈകിട്ട് ഉള്ള സമയം കിട്ടുന്ന സമയങ്ങൾ വൈകിട്ട് പ്രാർത്ഥനയുള്ള സ്ഥലങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെല്ലുക. കാരണം പവർഫുൾ ഒരു നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റിയത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ, മാലാഖമാർക്കും ദൈവങ്ങൾക്കും. അപ്പോ നമ്മൾക്ക് കംപ്ലീറ്റ് ചേഞ്ച് വരുത്താൻ പറ്റും. സ്ഥിരം പോകാൻ പറ്റണമെങ്കിൽ സ്ഥിരം പോകണം, ഡെയിലി പോകണം. അപ്പോ നമ്മളിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് എനർജിനെ മാറ്റി കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കിയിട്ട് നമുക്കുള്ള എല്ലാവിധ നെഗറ്റീവ്സും കംപ്ലീറ്റ് മാറ്റി തരുന്നതാണ്. അപ്പോ എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അപ്പോ ഈ ചേഞ്ചസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇന്നത്തെ ദിവസത്തിൽ കേൾക്കുന്ന സമയം തൊട്ട് ഒരു വർഷത്തെ കാര്യങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, നമ്മൾ സ്വയം എന്തൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നമ്മളെ വീട്ടുകാരോടുള്ള പെരുമാറ്റവും സഹകരണവും, സുഹൃത്തുക്കളോടുള്ള സഹകരണങ്ങൾ, അതെല്ലാം ഉള്ളതിനേക്കാൾ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. പേഷ്യൻസ്, സ്നേഹം എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. കൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം നമ്മളുടെ ആത്മശക്തികളാണ്. അപ്പൊ അത് ഈ ന്യൂറോൺസിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. നമ്മളിൽ ചേഞ്ച് വന്നേക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ ഉള്ളതിനേക്കാൾ ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ശ്രമിക്കാനുള്ള ഓരോ ചെയ്യാനുള്ള കാര്യങ്ങൾ, പള്ളിയിൽ പോകുന്നതും അതേപോലെ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നതും കൂട്ടത്തിൽ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, പ്രയർ, മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ, ബ്രീത്തിങ്. സോറിയിട്ട് അതിനിടയിൽ എനിക്കൊരു ഇത് വന്ന ഡിസ്റ്റർബൻസ് വന്ന് ക്ഷമിക്കണം. അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥന, ദൈവത്തിന്റെ അടുത്തുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നത്, ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. പ്രസൻസ് ഓഫ് മൈൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ മുൻപത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആക്കി കൊണ്ടുവരിക. പിന്നെ നമ്മൾ ന്യൂറോൺസ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ബെറ്റർ ആയിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മളുടെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.